ഇന്ന് വളരെ എളുപ്പത്തിൽ എന്നാൽ ഏറ്റവും രുചികരവുമായിട്ടുള്ളതായ നമ്മുടെ പടവലങ്ങ ഉണക്കച്ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പടവലങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ പടവലങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ഇതൊന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. നമ്മൾ പടവലങ്ങയെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ പടവലങ്ങയെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചിലർ നീളനെ അരിഞ്ഞെടുക്കുന്നത് കാണാം, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചെമ്മീനാണ്, ചെറിയ ചെമ്മീനാണ്. ഇതിനെ നന്നായി കഴുകിയിട്ട് വറുത്തെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കുടംപുളിയാണ്, ഇതിനെ രണ്ടാക്കി കീറിയിട്ടിരിക്കുന്നതാണ്. മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഇത് ഒരു സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ ഒരു തക്കാളി അരിഞ്ഞെടുത്തിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളിയെ നടുകെ കീറി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയുമാണ് ഇതിന് വേണ്ട വസ്തുക്കൾ. നമുക്ക് ഈ കറിയിലേക്ക് അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കൈപ്പിടിയോളം മാത്രം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഈ പടവലങ്ങ ചെമ്മീൻ കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ പടവലങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ പടവലങ്ങയെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പടവലങ്ങയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനെ അടുപ്പിൽ നിന്നും മാറ്റാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയും ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി, ഗോൾഡൻ നിറം ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പം നമ്മളുടെ മസാലയുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരണം, അതുവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി, കാരണം നമ്മുടെ തക്കാളിയും ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ, ഒരു കഷ്ണം കുടംപുളി 1നെ 2ആക്കി പിളർന്നതാണ്. അതുകൂടി ചേർത്തിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും അതുപോലെ തന്നെ പെരിഞ്ചീരകവും കൂടി ചേർത്ത് അരച്ച തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്തതിന് ശേഷം ഇത് ഒരുപാട് തിളയ്ക്കരുത്. ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ തേങ്ങയിൽ നമ്മൾ ഉണക്കച്ചെമ്മീൻ ചേർത്തതിന് പകരമായിട്ട് ഉണക്കച്ചെമ്മീനെ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം നന്നായി വറുത്തെടുത്ത് പൊടിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ഇതിനൊരു പ്രത്യേക രുചി നൽകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള വറവ് നമുക്ക് തയ്യാറാക്കാം. കറിയിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇതൊന്ന് ഗോൾഡൻ നിറമായി വരുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ നിറമായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വറ്റൽമുളകിനെ നടുക്ക് കീറിയതാണ് അതിനെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ പടവലങ്ങ ഉണക്കച്ചെമ്മീൻ കറി ഇവിടെ റെഡിയാണ്. ഈ പടവലങ്ങയ്ക്ക് പകരമായിട്ട് നമ്മൾ ചുരക്ക ഉപയോഗിച്ചിട്ടും ഈ കറി തയ്യാറാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. നമ്മളുടെ ഉണക്കച്ചെമ്മീനെ ഒട്ടും തന്നെ നമുക്കത് കടിക്കാൻ കിട്ടില്ല. അതേസമയം ആ ചെമ്മീൻ്റെ രുചി കറിയിൽ ഉണ്ടാവുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ടേസ്റ്റ് മാത്രമല്ല നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.